ഇന്ദു, രാജീവ്, ഞാൻ ഇന്ദുവാണ്. സർപ്രൈസ് ആയോ? എന്നെ മറന്നില്ലല്ലോ അല്ലേ? ഞാനിപ്പം തൻ്റെ സിറ്റിയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ ഷെഫീഖിനെ കണ്ടു. അവനാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്. അവനാണ് എനിക്ക് നമ്പർ തന്നതും. അന്ന് തന്നെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കരുതി ഇവിടെ വന്ന് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന്. ഞാൻ ഇന്നലെ വന്നു. ഒരു ബിസിനസ് ട്രിപ്പ്. 2 ദിവസമേ ഉള്ളൂ. ഒത്തിരി നാളായി വിചാരിക്കുന്നു തന്നെ ഒന്ന് കാണണമെന്ന്. എൻ്റെ മീറ്റിംഗ്സ് ഒക്കെ ഇന്ന് കഴിയും. നാളെ താൻ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? എന്തായാലും താൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്ക്. ഇന്ദുലേഖ, എൻ്റെ പൂർവ്വ പ്രണയം. ഒരിക്കൽ എന്നിൽ പ്രണയത്തിൻ്റെ അഗ്നി പടർത്തിയവൾ. എനിക്കറിയാത്ത ഏതോ കാരണത്താൽ പാതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് എങ്ങോ പോയവൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ അവളെ സ്വീകരിക്കേണ്ടത്? ഹലോ രാജീവ്. ഹായ് ഇന്ദു. പറയടോ. ഞാൻ കരുതി താൻ എന്നെ മറന്നു കാണുമെന്ന്. ഇറ്റ്സ് റിയലി സർപ്രൈസ് ഫോർ മീ. നിന്നെ മറക്കാനോ? നിന്നെ മറക്കണമെങ്കിൽ മഴക്കാലം ഇല്ലാതാവണം. രാത്രിയിലെ പുതപ്പിനടിയിലെ നനുത്ത തണുപ്പ് അനുഭവിക്കാൻ പറ്റാതാകണം. നക്ഷത്രങ്ങൾക്ക് ആകാശം വിലക്ക് കൽപ്പിക്കണം. എന്റെ മുറിയിലെ പുസ്തകങ്ങൾക്ക് തീ പിടിക്കണം. എന്റെ കവിതകൾ മരിക്കണം. നെഞ്ചിലെ ഇളം ചൂട് കെട്ടുപോകണം. ഞാൻ ഇല്ലാതാകണം. പേടിക്കണ്ടടോ. പണ്ടെങ്ങോ FB ഞാൻ കുത്തി കുറിച്ചതാണ്. തന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയി. ഒത്തിരി നാളായി വിചാരിക്കുന്നടോ തന്നെ ഒന്ന് കാണണമെന്ന്. ആക്ച്വലി എന്റെ പരിപാടിയൊക്കെ ഇന്ന് കഴിയും. തന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ നാളെയും കൂടി നിൽക്കണമെന്ന് വിചാരിക്കുന്നത്. പ്ലീസ് ഡാ, നീ നോ പറയരുത്. എന്റെ നാളത്തെ കുറച്ച് സമയം എനിക്ക് തരണം. ഇന്ദു, ഞാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഫ്രീ ആയിട്ട് തന്നെ വിളിക്കാം. ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ, നീ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി എന്നാ.
ഷംസുക്ക കോഫി എടുത്തോ? ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഓ, അത് സാരമില്ലടോ. സാരമില്ല രാജുവേട്ടാ, ഈ ഓഫീസിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിട്ടെങ്കിലും പുള്ളിയുടെ വയറെന്ന് പറഞ്ഞോട്ടെ. ഓ, ഇതൊന്നും വലിയ വയറൊന്നും അല്ല. എന്റെ ഉപ്പ ഇതിലും വലിയ വയറിനായിരുന്നു. 90-ാമത്തെ വയസ്സിലാണ് മയ്യത്തായത്. എന്റെ കൂടെ ജിമ്മിന് ഒരു ശംസുക്ക, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാം. ഈ വയസ്സാം കാലത്തൊക്കെ ഇനി ആരെ ബോധ്യപ്പെടുത്താനാ? ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്നേ. ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല ശംസുക്ക. ഇപ്പൊ തന്നെ രാജീവേട്ടന്റെ എക്സ് ഗേൾഫ്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പുള്ളിനെ കാണണമെന്ന് പറഞ്ഞു വന്നില്ലേ? രാജീവേട്ടാ, നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി അവരുടെ വിവാഹ ലൗകിക മെറിറ്റൽ സെക്ഷൽ ലൈഫിൽ അത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ സീംസ് ലൈക്ക് ആൻ അൺസാറ്റിസ്ഫൈഡ് വൈഫ്. നല്ലൊരു ഒന്നാന്തരം വ്യഭിചാരത്തിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. ചുമ്മാതിരിയുടെ ചെക്ക, വെറുതെ അപരാധം പറയാതെ. രാജീവേ, ലോകത്തൊരു പെണ്ണും വിവാഹത്തിന് ശേഷം, അതും 12 വർഷങ്ങൾക്ക് ശേഷം, അവളുടെ പൂർവ്വകാമുകനെ കാണാൻ ആഗ്രഹിക്കില്ല. ഇനി അഥവാ അങ്ങനെ മുതിർന്നാൽ അതിന് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് വേണം കരുതാൻ. ഞാനത് ഊഹിച്ചു ഷംസുക്ക. അതവൾ വെറുതെ പ്ലാൻ ചെയ്തതാവില്ല. ഞാനില്ലാത്ത അവളുടെ ജീവിതം സന്തോഷകരമാണെന്ന് എന്നെ കാണിക്കാനാവും. അല്ലെങ്കിൽ ഇതുവരെ നേടിയെടുത്തതും സ്വന്തമാക്കിയതുമെല്ലാം എണ്ണി പറഞ്ഞ് അന്ന് അവളെടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാവും. അറിയില്ല. ഒരിക്കൽ പ്രണയിച്ച ഒരാളെ മറക്കാൻ നമുക്കാവില്ല. നഷ്ടപ്പെട്ടെങ്കിലും ഒരിക്കലും സ്വന്തമാക്കാനാവില്ലെങ്കിലും മനസ്സിൽ നിന്നും പറിച്ചെറിയാനും നമുക്കാവില്ല. ഒരുപക്ഷെ വീണ്ടും ഒരു കണ്ടുമുട്ടലിൽ നമ്മൾ അവരെ പഴയതിലും തീവ്രമായി പ്രണയിച്ചു. ചിലർ അങ്ങനെയാണ് ഷംസുക്ക. സ്നേഹത്തിൻ്റെ പടുകുഴിയിൽ നമ്മളെ തള്ളിയിട്ടിട്ട് പോയി കളയും, ഒരു യാത്ര പോലും പറയാതെ. എനിക്കറിയാം അവളെ കാണാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന്. അല്ലെങ്കിലും ഈ ബന്ധങ്ങളൊക്കെ വെട്ടിമുറിച്ച് കളയാനല്ലേ നമുക്കാവൂ. പരസ്പരം ആസ്വദിച്ചിരുന്ന പ്രണയാനുഭൂതിയെ മറക്കാൻ നമുക്ക് ആർക്കും ആവില്ലല്ലോ. തെരണ്ടിവാലിന് അടി കിട്ടിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് അത് പഴുത്ത് ചീയും. രാജീവേ, എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്. ലെറ്റ് മീ ലീവ്. എന്തായാലും താൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് പാടൂ. മനസ്സിനെ മുറുകെ പിടിച്ചോണം, കൈവിട്ടു പോകരുത്. ഓൾറൈറ്റ് ഷംസുക്ക. രാജീവേട്ടാ, ഫോർ മീ ഡോണ്ട് മിസ് ദിസ് ചാൻസ്. പിന്നെ നിങ്ങളുടെ ആ തൊലിഞ്ഞ സദാചാര ചിന്താഗതിയൊക്കെ എടുത്തിട്ട് തോട്ടി കളഞ്ഞിട്ട് ജസ്റ്റ് എൻജോയ് ദ മൊമെന്റ് മാൻ. സന്ദീപേ, ഏകാന്തതയിൽ പെണ്ണിൻ്റെ അടുത്ത് വിട്ടാൽ ഏതു മഹാനും വെറും പട്ടിയാവും. ഇറച്ചിക്ക് വേണ്ടി കടിപിടി കൂടും. പിന്നെ അല്ലേ ഈ അല്പനായ ഞാൻ. അതെ, ലോകത്ത് അവിഹിതങ്ങളെന്ന് മുദ്രകുത്തപ്പെട്ടുള്ള ബന്ധങ്ങളിലായിരുന്നു പലപ്പോഴും യഥാർത്ഥ പ്രണയങ്ങൾ ഉണ്ടായിരുന്നത്. അതറിയൂ. കാണുന്നവർക്ക് ഇത് അവിഹിതവും അനുഭവിക്കുന്നവർക്ക് ഇത് അവരുടെ ജീവിതവുമാണ്. പക്ഷെ ചുള്ളിക്കാട് സാറ് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വിഷമാണ് സ്ത്രീ. കണ്ടാലെടുത്ത് കുടിച്ചു പോകും, കുടിച്ചാൽ മരണമുറപ്പ്. നിങ്ങളിങ്ങനെ വെറുതെ പേടിക്കാതെ രാജുവേട്ടാ. നമ്മളൊക്കെ നാട്ടിൽ എത്ര ഓയോ ബുക്ക് ചെയ്തേക്കണ്. അതെങ്ങനെ അറിയാവുന്നവൻ്റെ കയ്യിൽ ദൈവം വാടി കൊടുക്കൂ. അല്ലെങ്കിൽ ഒരു ധൈര്യത്തിന് ഞാനും കൂടി അങ്ങ് വന്നാലാ. ഛേ, നീ ആ സബ്ജക്റ്റ് വിട് സന്ദീപേ. ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ. പിന്നെ വൈകിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. ഇറ്റ് സീംസ് ദർ ഇസ് എ മീറ്റിംഗ് വിത്ത് എ സബ് കോൺട്രാക്ട്, റൈറ്റ്? യെസ് യെസ്. പോസ്റ്റ്പോൺ ഇറ്റ്. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റ്. നിങ്ങൾ പോയിട്ട് നാളത്തെ നിങ്ങളുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മീറ്റിങ്ങിന്റെ പ്രിപ്പറേഷൻസ് നടത്താൻ നോക്കും. എക്സ്ക്യൂസ് മീ. ഹലോ മിസ്റ്റർ വാഹിദ്. സ്മൃതിയിൽ എൻ പ്രണയിനി വിരമോ എൻ മാനസം മിഴികൾ പ്രണയാർദ്രമായി കവിൾ ചുവന്നേഴകുതി മൃദുലമാ നിൻ മൗനഹാസം കരളിൽ കുളിർമഴയായി
പുളകിതമാ നിമിഷം സോറി, കുറച്ച് ലേറ്റായിപ്പോയി. മീറ്റിംഗ് കഴിയാൻ സമയമെടുത്തു. സാരമല്ലടോ, തനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതൊരു പുതുമയല്ലല്ലോ എനിക്ക്. താനൊന്ന് പോടോ. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? ഹേയ്, ഒന്നുമില്ലടോ. നമുക്കൊരു കോഫി പറഞ്ഞാലോ? നീ കോഫി കുടിക്കാനാണോ വന്നത് അതോ എന്നെ കാണാനോ? Sir, order. 2 cappuccino. Thank you, sir. എന്തൊക്കെയോ തന്നോട് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സുഖാണോ തനിക്ക്? വർഷം കുറേയല്ലേ കണ്ടിട്ട്. വാട്ട് അബൌട്ട് യു? നിന്റെ മുടി കുറച്ച് കുറഞ്ഞതേ ഉള്ളൂ. യു ആർ സ്റ്റിൽ ദി സെയിം. പക്ഷെ താൻ കുറച്ച് തടി വെച്ചു. ആൻഡ് ലുക്സ് മച്ചുവേർഡ്. യാ, ഐ ഹാവ് എ ഡീസൻറ്റ് ജോബ്. ഐ ആം ട്രാവലിംഗ് എ ലോട്ട്. ഓഫ് കോഴ്സ് ഐ ആം മെച്ചുവേർഡ്. താൻ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? ഏയ് അല്ല, ഞാൻ മുമ്പ് 2 തവണ വന്നിട്ടുണ്ട്. യു നോ, ഐ ആം ഹെഡിങ് ദ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് മൈ കമ്പനി. വലിയ ആളായിപ്പോ അല്ലേ? But I never know that you are here. ഞാനൊരു പ്രവാസിയായി തീരുമെന്ന് താനൊരിക്കലും കരുതിയില്ലല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എങ്ങനെ? അതൊക്കെ ഒരു വലിയ കഥയാണ്, പിന്നെ പറയാം. താങ്ക് യു. താങ്ക് യു. നീ എന്നെ ഓർക്കാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. തന്നെ കാണാൻ വരുമ്പോൾ എന്ത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ. എന്ത് വാങ്ങിച്ചാലും അത് ഫോമലാകും. അതുകൊണ്ട് തൻ്റെ ആ പഴയ ഡെഡ്ലി കോമ്പിനേഷൻ തന്നെ ആവട്ടെ എന്ന് കരുതി. വായനയും പുകയും. വാൻ ഗോഗിന്റെ കാമുകി. പ്രണയ നോവലുകൾ സാധാരണ ഇപ്പൊ ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഈ നോവലിന്റെ പേരിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. ഞാനിത് വായിക്കണമെന്ന് കരുതിയ പുസ്തകമാണ്. ലോകപ്രശസ്ത ചിത്രകാരൻ വാൻ ഗോഗിനോട് ഒരു തെരുവ് വേശ്യയ്ക്ക് തോന്നിയ സിമ്പതി, പിന്നെ പ്രണയം. എന്തെല്ലാം ടൈപ്പ് പ്രണയങ്ങൾ അല്ല രാജീവ്? താൻ എൻ്റെ ഇഷ്ടങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഞാനിപ്പോൾ പഴയതുപോലെ ഒന്നും വലിക്കാറില്ലടോ, വല്ലപ്പോഴും മാത്രം. എന്നാലും ഞാനത് എടുക്കുക, തൻ്റെ ഗിഫ്റ്റല്ലേ. ഞാൻ തന്നെന്ന് വെച്ച് നിർത്തിയ ദുശീലങ്ങളൊന്നും വീണ്ടും തുടങ്ങണ്ട കേട്ടോ. ഇല്ലടോ, എന്തായാലും താൻ മേടിച്ചു തന്നല്ലേ. ഐ എം ടേക്കിംഗ് ദിസ്. പിന്നെ ഫാമിലിയൊക്കെ എന്ത് പറയുന്നു? തൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഐ കാൺ റിമെമ്പർ ഇറ്റ്. താൻ മറന്നതല്ല രാജീവ്, തനിക്കറിയില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല.
ശരിയാണ് എന്തു, ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയതെൻ്റെ വെഡിങ് ഇൻവിറ്റേഷനിൽ ബ്രൈഡിൻ്റെ പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുകയായിരുന്നു. ഞാനല്ലാതെ മറ്റൊരാളുടെ പേര് ആ വരൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്തു. പിന്നെ ചില നഷ്ടങ്ങൾക്ക് നമ്മളെപ്പോഴും ഓരോ ന്യായീകരണം കണ്ടെത്തില്ലേ സ്വയം സമാധാനിക്കാൻ. അങ്ങനെ എൻ്റെ പരിമിതികളെ മനസ്സിൽ അക്കമിട്ട് നിരത്തി ഞാനും സമാധാനിച്ചു. എനിക്ക് ലഭിക്കാത്തതൊന്നും എൻ്റേതല്ലെന്നും എനിക്ക് ലഭിച്ചത് മാത്രമാണ് ഞാൻ അർഹിക്കുന്നതെന്നും എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ പാകപ്പെടുത്തി. പക്ഷെ നഷ്ടങ്ങൾക്ക് പേര് ഒന്നേ ഉള്ളൂ, അത് നഷ്ടമെന്ന് തന്നെയാണ്. ശരിയാണ് രാജീവ്, ചില നഷ്ടപ്പെടുത്തലുകളുടെ പാപഭാരം നമ്മളെ വല്ലാണ്ട് പിന്തുടരും. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആട്ടി അയറ്റിയാലും അത് നിഴൽ പോലെ നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ എന്നെ പിന്തുടരുന്ന എൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ രാജീവ്. ഹേ ഇന്ദു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഡോണ്ട് ചേസ് ഇറ്റ്. താനൊരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ, ആൾക്കാരൊക്കെ കാണുന്നു. താൻ വേഗം കോഫി കുടിച്ചേ, നമുക്കിറങ്ങാം പ്ലീസ്. വാ എണീക്ക്. ഇവിടുത്തെ കടലിന് എന്താ തിരയില്ലാത്തത് രാജീവ്? ഇവിടുത്തെ കടൽ ഇവിടുത്തെ പ്രവാസികളെ പോലെയാണ്. സങ്കടത്തിൻ്റെ തിരയിളക്കങ്ങളെല്ലാം ഉള്ളിലൊളിപ്പിച്ച് പുറമേ ശാന്തമായി. ടിപ്പിക്കൽ പ്രവാസി സെന്റിമെന്റ്സ്. അതെ, പറഞ്ഞു മടുത്തൊരു പഴയ സെന്റിമെന്റ്സ് ക്ലീഷയാണ്, ബട്ട് സ്റ്റിൽ വാലിഡ്. ഇവിടെ ഇങ്ങനെ തന്നോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ആ പഴയ ഇന്ദുവായി മാറുന്നു രാജീവ്. മനസ്സിൽ കൊണ്ട് നടക്കാൻ തന്നോടുള്ള പ്രണയമല്ലാതെ മറ്റൊന്നുമില്ലാത്ത, ഒരു വിധത്തിലുള്ള ബാധ്യതകളോ കെട്ടുപാടുകളോ ഇല്ലാത്ത ആ പാവ ഇന്ദു. I really want a time travel to that past. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രണയകാവ്യങ്ങളെല്ലാം വേർപാടിലാണ് അവസാനിക്കുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുമിക്കാനാകാതെ പോകുന്ന പ്രണയങ്ങളെല്ലാം പ്രണയങ്ങളായി തന്നെ മരണം വരെ നിലനിൽക്കുന്നുണ്ടാവും. ഇനി ഒരുമിച്ച പ്രണയങ്ങൾ, അവയെ വിവാഹം പതിയെ കൊന്നിട്ടുണ്ടാവും. പക്ഷെ വിവാഹം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പ്രണയം മാത്രമായിരുന്നില്ല രാജീവ്. അതുവരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ വ്യക്തിത്വം കൂടിയായിരുന്നു. ഐ ലോസ് മൈ ഐഡൻറ്റിറ്റി. എന്തൊക്കെ ആയി തീർന്നാലും എത്രയൊക്കെ സമ്പാദിച്ചാലും ഒരു സ്ത്രീക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനാവില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളെ കല്യാണം കഴിച്ചു എന്ന പതിവ് പേരുദോഷം ജീവിതകാലം മുഴുവൻ ചുമക്കണം. പക്ഷെ തനിക്കറിയോ, ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ പ്രണയവും ഭയവും ഒന്നിച്ചാണ് ജനിക്കുന്നത്, ഒന്നിച്ചാണ് വളരുന്നത്. അങ്ങനെ ഒരു വെറും പെണ്ണായിരുന്നു ഞാൻ. പഴയ കാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇപ്പം എന്തിനാ? ഫോർഗെറ്റ് ദ പാസ്റ്റ്. ഇല്ല രാജീവ്, ഞാൻ ഇപ്പോഴും ആ നഷ്ടബോധത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. സൂരജും ഞാനും ഒരു വീട്ടിൽ 2 ജീവിതങ്ങൾ. ഒരു സ്ത്രീ എന്ന പരിഗണന വേണ്ട, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന പരിഗണനയെങ്കിലും
തന്നിരുന്നെങ്കിൽ. ജോലിയും കുട്ടികളുടെ കാര്യവും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം എൻ്റെ പുസ്തകങ്ങളും ഞാനും ഒറ്റയ്ക്ക് തനിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ആരുമില്ലാതെ. അങ്ങനെ മനസ്സ് മടുത്തപ്പോൾ ഇടയ്ക്കെപ്പോഴോ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഞാനൊരു വക്കീലിനെ കണ്ടു. പരസ്ത്രീ ബന്ധം, ശാരീരിക പീഡനം, മദ്യപാനം എന്നൊക്കെ പെറ്റീഷനിൽ ചേർക്കാതെ ഡിവോഴ്സ് കിട്ടില്ലെന്ന് അവർ പറഞ്ഞു. ഇതൊന്നും സൂരജ് ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് അയാൾ ചെയ്ത കുറ്റമെന്ന് വക്കീൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവഗണന, ക്രൂരമായ അവഗണന. സ്നേഹം നൽകാതെ, പരിഗണന നൽകാതെ, എന്തിന് ഒരു പുഞ്ചിരി പോലും നൽകാതെ അയാൾ എന്നെ അവഗണിക്കുന്നു. അവഗണനയ്ക്ക് ഡിവോഴ്സ് നൽകാൻ നമ്മുടെ നിയമത്തിന് വകുപ്പില്ലെന്ന്. ചോര പൊടിയാതെ, ഒരു പോലീസ് കേസ് ഇല്ലാതെ ഇഞ്ചിഞ്ചായി അയാൾ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്സഹായനാണ് ഞാൻ. എങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ മനസ്സിലാകും രാജീവ്. പക്ഷെ ചിലപ്പോൾ നഷ്ടബോധം വല്ലാതെ അലട്ടുമ്പോൾ നിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ മാത്രം ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് പകരം നീ കണ്ടെത്തിയത് എന്നെക്കാൾ സുന്ദരമായിരുന്നു. ശരീരവും മനസ്സും ഒന്നിച്ചു കൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു അന്നെൻ്റേത്. പ്രണയത്തകർച്ച, പലിശക്കടം, പ്രാരാബ്ദങ്ങൾ. ഒരു തീക്കുണ്ടത്തിലിരിക്കും പോലെയായിരുന്നു. ശരീരം ചുട്ടുനേറും, മനസ്സ് തീയിൽ പച്ചമാംസം പോലെ എരിയും. വികാരങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ച മനുഷ്യൻ മാത്രമായി ഞാൻ. ഹേയ്, കഥ പറച്ചിൽ ബോറായെന്തോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലീഷേ. സാരമില്ലടോ, ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ നമ്മൾ തീവ്രമായി അനുഭവിച്ച വേദനകൾ, ദ ഡിഫിക്കൽട്ട് ടൈംസ് വി ഹാവ് ബീൻ ത്രൂ, പിന്നെ ഒരിക്കൽ ആലോചിച്ചാൽ നമുക്ക് തന്നെ വെറും ഭയങ്കര കഥകളായി തോന്നും. ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചിരിച്ചു തള്ളും, വെറും കെട്ടുകഥകളായി. നാടുവിടൽ അല്ല, എന്നെ അറിയാവുന്ന സമൂഹത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം. കോയമ്പത്തൂരിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ചെറിയ ജോലി. പിന്നെ യാദൃശ്ചികമായി സഹതാപത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടി വന്നു. ഒടുവിൽ എങ്ങനെയോ ഇവിടെ ഈ മരുഭൂമിയിൽ ഒരു ലോ പ്രൊഫൈൽ ജീവിതം. മായിക ലോകത്തല്ലാതെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. പ്രണയിച്ചിരുന്ന, തമാശകൾ പറഞ്ഞിരുന്ന, യാത്രകൾ ചെയ്തിരുന്ന ആ പഴയ രാജീവനെ ഞാൻ എന്നിൽ തന്നെ കുഴിച്ചു മൂടി. അതുകൊണ്ട് വഴിമാറിപ്പോകുന്നു എന്ന് താൻ ആരോപിക്കുന്ന തൻ്റെ ജീവിതം എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ല. താനതെന്നോട് ചോദിക്കരുത്. ഏയ്, പേടിക്കണ്ട രാജീവ്. തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ചോദ്യചിഹ്നമാവാൻ വന്നതല്ല ഞാൻ. ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന എന്തൊക്കെയോ തന്നോട് പറയണമെന്ന് തോന്നി, എനിക്കൊന്ന് ആശ്വസിക്കാൻ. നമുക്ക് മടങ്ങിയാലോ? നേരെ ഒരുപാട് വൈകി.
പോണം. പോയല്ലേ പറ്റൂ. എന്നെ പറഞ്ഞയക്കാൻ തനിക്ക് ധൃതിയായോ? ഹേയ്, താൻ വെറുതെ. ഞാനിവിടെ കുറച്ച് നേരം കൂടി തൻ്റെ കൂടെ നിന്നോട്ടെ. ഇനി എപ്പോഴാ കാണാൻ പറ്റുക എന്നറിയില്ലല്ലോ. നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോകണം. രാജീവ്, ഞാനൊരാഗ്രഹം പറയട്ടെ. നിന്റെ ഇന്നത്തെ രാത്രി കൂടി എനിക്ക് തരുന്നു. ഒരു പക്ഷേ ഇനി ഒരിക്കലും. എന്തു, നീ എന്നോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിനക്കിപ്പോൾ കാട്ടിത്തരട്ടെ. നിനക്ക് പകരം ഞാൻ കണ്ടെത്തിയത് നിന്നെക്കാൾ മനോഹരമായിരുന്നത്. ഒരാൾക്ക് പകരമാവാൻ മറ്റൊരാൾക്ക് കഴിയാത്ത ചില ഇരിപ്പിടങ്ങളുണ്ട് മനസ്സിൽ. അങ്ങനെ ഒരു സ്ഥാനത്താണ് നീ എനിക്ക്. ആ സ്ഥാനം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കതറിയില്ല. അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ നീ? അതാണ് എൻ്റെ ഭാര്യ ജാനകി. ഞാൻ പറഞ്ഞിട്ടാണ് അവളിവിടെ വന്നത്. നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കണ്ടു നിൽക്കാനുള്ള മനസ്സ് എനിക്കില്ല. പിന്നെ നിനക്കും അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. എന്തോ, വന്നതും കണ്ടതും എല്ലാം സന്തോഷം. ഈ ഒരു ദിവസം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. നിനക്ക് കൈ നിറയെ സമ്മാനങ്ങളും നിന്റെ കുട്ടികൾക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങളും വാങ്ങി തരണമെന്ന് എനിക്കുണ്ട്. പക്ഷെ വേണ്ട. എൻ്റെ ഓർമ്മകളുടെ ഭാരം ഇനിയും നീ ചുമക്കേണ്ട. ഞാൻ പോട്ടെ. ഇനിയും കാണാം ഇതുപോലെ ഇടയ്ക്ക്. മിഴി നിറഞ്ഞതറിയുമോ വിരഹഗാനമുതിരവേ, വിട പറഞ്ഞെന്നകന്ന നേരം ഹൃദയതന്ത്രികളിടറിയോ. വിട പറഞ്ഞെന്നകന്ന നേരം ഹൃദയതന്ത്രികളിടറിയോ. என்ன இந்த கெட்ட பழக்கம் மறுபடியும் தொடங்கிட்டியா? ഹേയ്, ഇല്ല. ഇന്നു മാത്രം. ഇത് അവള് തന്നൊരു ഗിഫ്റ്റ്. அவ அவ எப்ப திரும்பி போறா? നാളെ രാവിലെ. അതാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളെന്നെ കാണാൻ വേണ്ടി വന്നത് അവളുടെ ഭർത്താവ് അറിയാതെ ആയിരിക്കുമോ? നിനക്കെന്താ തോന്നണേ? அது எனக்கு தெரியாது. ஆனா
எப்படி இருந்தாலும் நமக்குள்ள எந்த ரகசியமும் கிடையாதுன்னு அவளுக்கு புரிஞ்சுக்க முடியும். അവൾക്ക് നല്ല വിഷമമുണ്ട്. പാവം. உங்களுக்கும் ஃபீலிங்ஸ் இருக்குன்னு எனக்கு தெரியும். വർഷങ്ങൾക്ക് ശേഷമല്ലേ അവളെ കാണുന്നത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കേട്ടപ്പോൾ മനസ്സിനൊരു വിങ്ങൽ. அந்த வலி எனக்கு புரியும். ஏன்னா காதலிச்ச பொண்ணை கல்யாணம் பண்ண முடியாததுனால சூசைட் பண்ணிக்கிட்ட ஒரு அண்ணனோட தங்கச்சி தான் நான். அவரோட காதலை நான் என் கண் முன்னாடி பார்த்துருக்கேன். உங்களுக்கு ஒரு விஷயம் தெரியுமா? ஒரு பொண்ணு உன் கூட மட்டுமே வாழ்வேன்னு மனசுக்குள்ளே உறுதி கொண்டா அவ உன்னை ஏமாத்த மாட்டான். அவளை எவ்வளவு அடித்தாலும் அவமானப்படுத்தினாலும் அவ உடம்புல உயிர் இருக்கும் வரைக்கும் அவன் உன்னை விட மாட்டான். அதுதான் உண்மையான பொண்ணு. പക്ഷേ അവളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതായിരുന്നു അന്ന് അവളുടെ അവസ്ഥ. அதெல்லாம் விட்டுடுங்க. அந்த விஷயத்தை பற்றி ரொம்ப யோசிக்க வேண்டாம். அவளுக்கு உங்களை பார்க்கணுன்னு ஆசை இருந்திருக்கு, அது முடிஞ்சிருச்சு, அவ்வளோதான். புக் படித்தது போதும், டின்னர் ரெடி பண்ணி வச்சுருக்கேன். அந்த சிகரெட்டை தூக்கி போட்டு வந்து சாப்பிட்டு நிம்மதியாக படுத்து தூங்குங்க. നീ പൊക്കോ, ഞാൻ വരാം. ரொம்ப லேட் ஆகக்கூடாது, சீக்கிரமாக்கு. ഇന്ദു, ഇനി എനിക്കൊരു ഓർമ്മ മാത്രമാണ് നീ. മറക്കാൻ കഴിയാത്ത, സ്നേഹിക്കാൻ കഴിയാത്ത വെറും ഓർമ്മ. ഇനി എനിക്ക് വയ്യ പൂർവ്വപ്രണയത്തിൻ്റെ മാറാപ്പ് ചുമക്കാൻ. ഇനി എനിക്കാവില്ല. ഇന്നിൻ്റെ ജീവിതമാണ് ജീവിച്ചു തീർക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മനസ്സിൽ നിന്നും കുടിയിറക്കിയ ഒരു ബന്ധവും ഇനി എന്നെ തേടി വരാതിരിക്കട്ടെ. വീണ്ടും ഓർമ്മകളുടെ സുഗന്ധമുള്ള പൂർവ്വപ്രണയപർവങ്ങൾ എന്നിൽ പിറക്കാതിരിക്കട്ടെ. നിനക്കു ഞാൻ കനവിലൊരു കണമെപ്പോഴും കരൾ പകുത്തതു പകരണം നാം ആദി ജീവനു ബാക്കിയ. മിഴി നിറഞ്ഞതറിയുമോ വിരഹഗാനമുതിരവേ, വിട പറഞ്ഞെന്നകന്ന നേരം ഹൃദയതന്ത്രികളിടറിയോ.